ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 110, അതായത് പഴയ മോഡൽ HTക്ക് മുമ്പുള്ള ആക്റ്റീവ 110 ആണ് വണ്ടി. അപ്പോൾ നിലവിൽ വണ്ടിക്ക് ഓയിൽ ലെവൽ കുറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ്, അതായത് സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുക കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പരിഹരിക്കാൻ വേണ്ടി വണ്ടി കയറ്റിയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് സിലിണ്ടറിനകത്ത് പിസ്റ്റൺ നല്ല രീതിയിൽ പിടിച്ചേക്കണമാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. ഓയിൽ ലെവൽ കുറഞ്ഞു ഓടി പിസ്റ്റൺ സിലിണ്ടറിൽ ഉരുകി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്, സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടാണ് ആ പ്രോബ്ലം വന്നേക്കണത്. അപ്പോൾ ശരിക്കും ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിപ്പോൾ ലൂബ്രിക്കേഷൻ കിട്ടില്ല. അപ്പോൾ ഈ മെറ്റൽ, ഇത് അലുമിനിയം ആണ്, ഇത് കാസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഭാഗം. അപ്പോൾ ഓവർ ഹീറ്റിംഗ് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചേക്കണതാണ് അലുമിനിയം പിസ്റ്റൺ. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ മാറ്റി റീസെറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. പിന്നെ സാധാരണ ഇങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ഈ ക്രാങ്കിന് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. ഈ പിസ്റ്റൺ പിടിപ്പിക്കുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പ്ലേ ഉള്ളൂ, അത് കംപ്ലയിൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓൾറെഡി കമ്പനിയുള്ള ഫ്രീ പ്ലേ ആണ് കാണിക്കണേ. അപ്പോൾ നമുക്ക് നിലവിൽ സിലിണ്ടർ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് നിന്നോളും, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഓയിൽ ഒരല്പം ലെവൽ കുറവുണ്ട്. ആ ഓയിൽ ലെവൽ കുറവുള്ളത് നമ്മൾ ഒഴിക്കേണ്ടി വരും. എനിക്ക് ആ ഓയിൽ പുതിയ ഓയിലാണ് കിടക്കുന്നത്, വലിയ പഴക്കമായിട്ടില്ല. ഓയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ ലെവൽ കുറവുള്ളത് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ മാറ്റണം. അതിങ്ങനെ കിറ്റേപ്പാടിയാണ് വരാം. സിലിണ്ടർ പിസ്റ്റൺ മാറ്റണം. അതേപോലെ തന്നെ വാൽവും ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ഈ വാൽവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ വന്നിട്ട് ശരിക്കും ഇതിൻ്റെ കംപ്ലയിൻറ്റ് ജനറേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യസമയങ്ങളിൽ നമുക്ക് എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യാണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുന്ന ഈ കരി ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ അടന്നു പോരും. ഇതേപോലെ ഇത് ചെറിയൊരു ലെയറാണെങ്കിലും അത്യാവശ്യം നല്ല റഫ്നെസ് ഉള്ളതാണ്. അത് പിസ്റ്റൻ്റെ ഭാഗത്ത് സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സ്ക്രാച്ചായാണ് നിലവിൽ കംപ്ലയിൻറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന് സംഭവിച്ചാണോ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ട് വാൽവ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ഗൈഡിനൊക്കെ ചെറിയൊരു പ്ലേ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്രാമൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ ഓയിൽ ലെവൽ കുറയുമ്പോൾ അതിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അത് സംഭവിച്ചിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ക്രാങ്കിനൊക്കെ ചെറിയ പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാനാണ് പറയാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത്രയും പൈസ സാമ്പത്തിക നഷ്ടമുള്ളൂ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 80%ഓളം, ഒരു 80% നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ ഭാഗം ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. പിന്നെ നമുക്കത് 100% പറയാൻ പറ്റാത്തതിൻ്റെ കാരണം വെച്ചാൽ അത് നമുക്കിപ്പോൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പ്ലേയും റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെടുത്തുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കംപ്ലയിൻറ്റ് ഇല്ല എന്നുള്ള ഇതിനകത്തേക്ക് എത്തേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിലവിൽ നമുക്ക് പിസ്റ്റൺ മാറ്റി ഉപയോഗിക്കാം, റെഡിയാക്കി എടുക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിത് കൂട്ടത്തിൽ തന്നെ ക്ലച്ച് ഭാഗം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോഴായാലും നമുക്ക് അതിനകത്ത് ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ബെൻഡെക്സിൻ്റെ ഈ ഇതൊക്കെ പൊട്ടിപ്പോകുന്നേ കാണാം. നമുക്ക് വേറെ ബെൻഡെക്സ് വർക്ക് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ കവർ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പീസസ് സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റത്തിൽ നല്ല പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടത്തിൽ മാറ്റിയിടാം. ബെൽറ്റും അത്യാവശ്യം മോശമായിട്ടുണ്ട്. അതായത് ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ടുകൊണ്ടിരിക്കണ ഈ കാണുന്നത്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിടാം. കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റൊക്കെയാണ്. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മാറ്റേണ്ട ഒരു പീരീഡാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ മാറ്റി പോവുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതിൻ്റെ ഈ ഷോക്കിൻ്റെ ബുഷൊക്കെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ അടന്നുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റ് പറഞ്ഞത് പെട്രോൾ ലീക്കിൻ്റെ പറഞ്ഞിട്ട് പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട്. വണ്ടി അഴിച്ച് പുറത്ത് വെച്ചാണ് അതിൻ്റെ പെട്രോൾ ടാപ്പിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ടാപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു നനവ് ഇങ്ങനെ ലീക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും ആ പെട്രോൾ പൈപ്പ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ ഈ അഴിക്കുന്ന കൂട്ടത്തിൽ കൂടെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യും. അതായത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അതൊക്കെ അഴിച്ച് റീസെറ്റ് ചെയ്യും. ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ വീലിനൊക്കെ ചെറിയ തേയ്മാനമുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നും മാറ്റമൊന്നും വേണ്ട. നമുക്കതിൽ ഈ പിന്നുകളും റോളർ കാര്യങ്ങളൊക്കെ മാറ്റി നമുക്കതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം ഫ്രഷായിട്ട് ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. കാരണം അതിൻ്റെ വീലുകൾക്ക് ചെറിയ തേയ്മാനങ്ങളൊക്കെ ഉണ്ട്. ആ ഫ്രണ്ടിൽ വരുന്ന അലുമിനിയം വീലുണ്ട്, വേരിയേറ്റർ ബോഡി നിന്ന്, അതിൻ്റെയും ചെറിയ തേയ്മാനമൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം അത് നമുക്ക് പുറമേ നിന്ന് അഴിച്ചാലും പിന്നീടായാലും മാറ്റാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തൽക്കാലം റിപ്പയർ ചെയ്ത് എടുക്കാം. ബെൽറ്റ് മാറ്റാം, പീസസ് സ്ലൈഡ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഈ സൈലൻസറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം തുരുമ്പുണ്ടായി കാണണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ തുരുമ്പ് കാണിച്ചതാണത്. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈലൻസറിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു കോട്ടിങ് തന്നെ ഉണ്ട്, സൈലൻസർ കോട്ടിങ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പാർട്സും അതിൻ്റെ
അടിച്ചു വരുമ്പോൾ ഏകദേശം നമുക്ക് പാർട്സിൻ്റെ ലേബറൊക്കെ കൂടി ഒരു 600 രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം. അതൊന്ന് അടിച്ചിടാണെങ്കിൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഭാഗത്തൊക്കെ തുരുമ്പാണ്. കാരണം ഇതൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട്. 4000 രൂപയൊക്കെ നമുക്ക് റേറ്റ് തന്നെയാണ് ഈ സൈലൻസറിൻ്റെ യൂണിറ്റൊക്കെ. പിന്നെ നമ്മളിതൊക്കെ റെഡി ആക്കിയാലും ഉണ്ടല്ലോ, ഈ സൈലൻസറിനകത്തേക്ക് ഇപ്പോൾ ഓൾറെഡി ഓയിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് പരമാവധി ക്ലീൻ ചെയ്താൽ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കാത്തലിക് കൺവെർട്ടറിൻ്റെ ഒരു സ്പോഞ്ച് പോയിട്ട് ഐറ്റം വെച്ച് അതുമായി ഒരു ഫിൽറ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനകത്ത് വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് മറ്റേപാട് ക്ലീനിങ് നടക്കുമ്പോൾ അതിൻ്റെ 2 മൗത്തിൻ്റെ ഭാഗത്തേക്കാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും വണ്ടി സൈലൻസർ ചൂടാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരും. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രശ്നമല്ല, എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ആയിട്ടുണ്ട്. സൈലൻസറിലുള്ള ഓയിൽ ചൂടായിട്ട് ഇങ്ങനെ കത്തി തന്നെ പോകണം കേട്ടോ, അതുവരെ പുക കാണിക്കും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചോളാം. കാരണം ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് മുൻകൂട്ടി പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ ഒരു എസ്റ്റിമേറ്റ് കൊട്ടേഷനൊക്കെ എഴുതിയിടാം. അതും പ്രകാരം നമുക്ക് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.